ദേവി ഭാഗവത പുരാണത്തിൽ ഭ്രാമരീദേവിയുടെ കഥ വിശദമായി രേഖപ്പെടുത്തുന്നു. അസുരലോകത്ത് ദേവന്മാരെ പരാജയപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്ന അരുണാസുരൻ എന്ന ശക്തനായ ഒരു അസുരനുണ്ടായിരുന്നു. ദേവന്മാരെ ജയിക്കാൻ അവൻ ഹിമാലയത്തിലെ ഗംഗയുടെ തീരത്തുപോയി ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ കഠിന തപസ് നടത്തി. തപസ്സിന്റെ ആദ്യത്തെ 10,000 വർഷക്കാലം ഉണങ്ങിയ ഇലകൾ മാത്രം കഴിച്ചാണ് അവൻ ജീവിച്ചത്. രണ്ടാമത്തെ 10,000 വർഷം ഓരോ തുള്ളി വെള്ളം മാത്രം കുടിച്ചാണ് അവൻ ജീവിച്ചത്. മൂന്നാമത്തേതിൽ വായു മാത്രം ശ്വസിച്ചുകൊണ്ട് ജീവിച്ചു. 4ാം 10,000 വർഷക്കാലം ഒന്നും കഴിക്കാതെ തപസ്സനുഷ്ഠിച്ചു. 4ാം 10,000 വർഷത്തിനുശേഷം വയറുവറ്റി, ശരീരമൊട്ടി, ഞരമ്പുകൾ ഏതാണ്ട് ദൃശ്യമായി. ഈ ഘട്ടത്തിൽ അരുണാസുരന്റെ ശരീരം തീയിൽ ജ്വലിക്കുന്ന പോലെ കാണപ്പെട്ടു. അസുരന്റെ തപസ്സിലും ദൃഢനിശ്ചയത്തിലും സംപ്രീതനായ ബ്രഹ്മാവ് അരുണാസുരനു മുന്നിൽ പ്രത്യക്ഷനായി. ഇഷ്ടവരം ചോദിക്കുവാൻ ആവശ്യപ്പെട്ടു. താൻ ആരാലും വധിക്കപ്പെരുത് എന്ന വരം അസുരൻ ആവശ്യപ്പെട്ടു. ഈ വരം നൽകുവാൻ താനുൾപ്പെടെയുള്ള ത്രിമൂർത്തികൾ അശക്തരാണെന്ന് ബ്രഹ്മാവ് പറഞ്ഞു. മറ്റെന്തെങ്കിലും വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ 2ഓ 4ഓ കാലുകളിലുള്ള എല്ലാ ജീവികളിൽ നിന്നും മരണം ഉണ്ടാകുകയില്ല എന്ന വരം നൽകി അനുഗ്രഹിക്കണമെന്ന വരം അരുണാസുരൻ ആവശ്യപ്പെട്ടു. ബ്രഹ്മാവ് ആ വരം നൽകി അരുണാസുരനെ അനുഗ്രഹിച്ചു. ഇതിനുശേഷം അസുരന്മാർ അരുണാസുരനെ തങ്ങളുടെ രാജാവായി അഭിഷേകം ചെയ്തു. അരുണാസുരൻ ദേവലോകം ആക്രമിക്കുമെന്ന വാർത്ത കേട്ടപ്പോൾ ഇന്ദ്രൻ ഭയന്നു വിറച്ചു. തൽക്ഷണം മറ്റ് ദേവന്മാരോടൊപ്പം ബ്രഹ്മാവിനെ സമീപിച്ചു. ബ്രഹ്മാവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത ശേഷം അവർ വിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിൽ പോയി. അസുരനെ എങ്ങനെ കൊല്ലാം എന്നതിനെക്കുറിച്ച് അവിടെ എല്ലാവരും ഒരുമിച്ച് ചർച്ച നടത്തി. ദേവന്മാർ വിഷ്ണുവുമായി കൈലാസത്തിൽ പോയി അവരുടെ അവസ്ഥ ശിവനെ അറിയിച്ചു. ദേവലോകം കീഴടക്കിയ ശേഷം കൈലാസം ആക്രമിക്കാൻ വന്ന അരുണാസുരനെ പരാജയപ്പെടുത്താൻ ശിവനുപോലും കഴിഞ്ഞില്ല. അരുണാസുരൻ ശിവനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ ശിവൻ പാർവതിയെ യുദ്ധക്കളത്തിൽ വിളിച്ചു. പാർവതി ശിവന്റെ പുറകിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു വലിയ രൂപത്തിലേക്ക് വളർന്നു. പാർവതിയുടെ കയ്യിൽ ഒരു ദണ്ഡ്, ത്രിശൂലം, വാൾ, പരിച എന്നിവ ഉണ്ടായിരുന്നു. പാർവതി സൂര്യനെപ്പോലെ പ്രകാശിച്ച തന്റെ 3 കണ്ണുകൾ ഏകാഗ്രതയോടെ അടച്ചപ്പോൾ എണ്ണമറ്റ തേനീച്ചകൾ, കടന്നലുകൾ, ഈച്ചകൾ, കീടങ്ങൾ, കൊതുകുകൾ, ചിലന്തികൾ എന്നിവ ആകാശത്തുനിന്ന് പാർവതിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കുകയും ചെയ്തു. പിന്നീട് ശരീരത്തിൽ ലയിച്ച് ഭ്രാമരീദേവിയുടെ ദിവ്യരൂപം കൈക്കൊണ്ടു. തുടർന്നുണ്ടായ യുദ്ധത്തിൽ ഭ്രാമരീദേവി സ്വന്തം പരിച ഉപയോഗിച്ച് അസുരന്മാരുടെ ആക്രമണം തടുക്കുകയും അതേസമയം മറ്റ് കൈകളിലെ ആയുധങ്ങൾ ഉപയോഗിച്ച് അസുരസൈന്യത്തിന് നാശം വരുത്താനും തുടങ്ങി. അരുണാസുരൻ മാത്രം യുദ്ധഭൂമിയിൽ അവശേഷിച്ചപ്പോൾ ദേവി പിന്നോട്ടുപോയി അവനെ ആക്രമിക്കാൻ എല്ലാ പ്രാണികളെയും അയച്ചു. അവ അവന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും കടിച്ചുകീറി. അരുണാസുരൻ മരിച്ചതോടെ പ്രാണികൾ തിരികെ ദേവിയിലേക്ക് മടങ്ങി. അസുരന്മാരുടെ ആക്രമണം അവസാനിച്ചതോടെ എല്ലാ ദേവന്മാരും ദേവിയെ സ്തുതിച്ച് ദേവലോകത്തേക്ക് മടങ്ങി. ഇപ്രകാരമാണ് ഭ്രാമരീദേവിയുടെ ഉത്ഭവകഥ. ആന്ധ്രയിലെ ശ്രീശൈലം മല്ലികാർജുന ക്ഷേത്രത്തിൽ ശിവനുമായി ചേർന്ന് ദേവിയെ ബ്രഹ്മരാംബയായി ആരാധിക്കുന്നു. കർണാടകയിലെ കട്ടീലിൽ ഭ്രമരി ദുർഗാ പരമേശ്വരി ദേവിയായി ആരാധിക്കപ്പെടുന്നു. പശ്ചിമബംഗാളിൽ തീസ്ത നദിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ത്രിസ്തോത ക്ഷേത്രത്തിലും ഭ്രാമരീദേവി ആരാധിക്കപ്പെടുന്നു.